നമസ്കാരം. ഭൂമിശാസ്ത്രപരമായ തർക്കങ്ങളും വിഭവങ്ങൾക്കായുള്ള മത്സരവും ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ പുതിയ യുദ്ധമുഖങ്ങൾ തുറക്കുന്ന കാഴ്ചയാണ് നാം സമകാലിക ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പുതിയതും ആശങ്കാജനകവുമായ ഒന്നാണ് ആർട്ടിക് ദ്വീപായ ഗ്രീൻലാൻഡിനെ ചൊല്ലിയുള്ള തർക്കം. നാറ്റോ സഖ്യത്തിന്റെ ഭാവി തന്നെ അപകടത്തിലാക്കുന്ന തരത്തിലേക്കാണ് ഈ വിഷയം വളർന്നിരിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കുവാനുള്ള നിരന്തരമായ നീക്കങ്ങളും ഇതിനോടുള്ള യൂറോപ്യൻ രാജ്യങ്ങളുടെ കടുത്ത എതിർപ്പും ആഗോള സുരക്ഷയെ തന്നെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നു. സമാധാനപരമായ അന്താരാഷ്ട്ര ക്രമം തകരുകയും മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ നിഴലാകുകയും ചെയ്യുന്ന ഈ ഭീകരമായ അവസ്ഥയെക്കുറിച്ചാണ് നിലവിലെ രാഷ്ട്രീയ നീക്കങ്ങൾ സൂചന നൽകുന്നത്. ഗ്രീൻലാൻഡിനെ ചൊല്ലിയുള്ള തർക്കം വെറുമൊരു ഭൂമിശാസ്ത്രപരമായ തർക്കമല്ല, മറിച്ച് അത് നാറ്റോ സഖ്യത്തിന്റെ തകർച്ചയ്ക്കും പാശ്ചാത്യ ലോകത്തിന്റെ അന്ത്യത്തിനും വഴിതെളിക്കുമെന്ന് പോളിഷ് പ്രധാനമന്ത്രി ഡൊണാൾഡ് ടസ്ക് മുന്നറിയിപ്പ് നൽകുന്നു. ഒരു നാറ്റോ അംഗരാജ്യത്തിന്റെ ഭാഗമായ പ്രദേശം മറ്റൊരു അംഗരാജ്യം പിടിച്ചെടുക്കുവാൻ ശ്രമിക്കുന്നത് രാഷ്ട്രീയ ദുരന്തമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. ഗ്രീൻലാൻഡ് ഡെൻമാർക്കിന് കീഴിലുള്ള ഒരു സ്വയംഭരണ പ്രദേശമാണ്. അമേരിക്കയുടെ സുരക്ഷയ്ക്ക് ഗ്രീൻലാൻഡ് അത്യന്താപേക്ഷിതമാണെന്ന ട്രംപിന്റെ വാദം യൂറോപ്യൻ രാജ്യങ്ങളെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. ഫ്രാൻസ്, ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങൾ തങ്ങളുടെ സൈന്യത്തെ ഗ്രീൻലാൻഡിലേക്ക് അയക്കുവാൻ തുടങ്ങിയത് സംഘർഷം മൂർച്ഛിക്കുന്നതിന്റെ തെളിവാണ്. എന്നാൽ പോളണ്ട് ഈ സൈനിക നീക്കത്തിൽ പങ്കുചേരില്ലെന്ന് ടസ്ക് അറിയിച്ചു. സഖ്യകക്ഷികൾ തമ്മിലുള്ള ഇത്തരം ആക്രമണങ്ങൾ ലോകം ഇതുവരെ പടുത്തുയർത്തിയ സുരക്ഷാ അടിത്തറകളെ തകർക്കുമെന്ന് അദ്ദേഹം ഭയപ്പെടുന്നു. റഷ്യയും ചൈനയും ഗ്രീൻലാൻഡിൽ പിടിമുറുക്കുവാൻ ശ്രമിക്കുന്നു എന്നാരോപിച്ചാണ് ട്രംപ് തന്റെ നീക്കങ്ങളെ ന്യായീകരിക്കുന്നത്. ഗ്രീൻലാൻഡ് തങ്ങളുടെ അധീനതയിലായാൽ മാത്രമേ ആർട്ടിക് മേഖലയിൽ അമേരിക്കയ്ക്ക് മേധാവിത്വം നിലനിർത്താൻ കഴിയൂ എന്ന് വൈറ്റ് ഹൗസ് വിശ്വസിക്കുന്നു. ഇതിനായി സൈനിക നടപടികൾ ഉൾപ്പെടെയുള്ള എല്ലാ സാധ്യതകളും പരിഗണിക്കുമെന്ന് ട്രംപ് സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ നടപടി ഡെൻമാർക്കിനെ സംബന്ധിച്ചിടത്തോളം നാറ്റോയുടെ അവസാനമായിരിക്കും. റഷ്യയാകട്ടെ ഇതിനെതിരെ ശക്തമായ മുന്നറിയിപ്പാണ് നൽകുന്നത്. ആർട്ടിക് മേഖല ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ വേദിയായി മാറാമെന്നും അവിടെ ആണവായുധങ്ങൾ പ്രയോഗിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്നും റഷ്യൻ പ്രതിനിധി റിമിത്രി റോഗോസിൻ മുന്നറിയിപ്പ് നൽകുന്നു. അമേരിക്ക ഗ്രീൻലാൻഡിൽ ആണവായുധങ്ങൾ വിന്യസിക്കുവാൻ പദ്ധതിയിടുന്നതായും ഇത് ലോകത്തിന്റെ തന്ത്രപരമായ സ്ഥിരതയെ തകർക്കുമെന്നും റഷ്യ ആരോപിക്കുന്നു. ആധുനിക യുദ്ധതന്ത്രങ്ങളിൽ ഭൂമിശാസ്ത്രപരമായ സ്ഥാനത്തിനുള്ള പ്രാധാന്യമാണ് ഗ്രീൻലാൻഡിനെ ഇത്രയധികം ആകർഷകമാക്കുന്നത്. റഷ്യയുടെയും ചൈനയുടെയും മിസൈൽ പാതകൾക്ക് ഏറ്റവും അടുത്തുള്ള സ്ഥലമാണ് ഗ്രീൻലാൻഡ്. ഇവിടെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ സ്ഥാപിക്കുവാൻ സാധിച്ചാൽ അമേരിക്കയ്ക്ക് വലിയ മേധാവിത്വം ലഭിക്കും. എന്നാൽ ഇത് ആണവ വിനാശത്തിനുള്ള തുടക്കമാകുമെന്നും റോഗോസിൻ ഓർമ്മിപ്പിക്കുന്നു. റഷ്യയുടെ പക്കലുള്ള സർമത് അല്ലെങ്കിൽ സാത്താൻ 2 പോലെയുള്ള ഭൂഖണ്ഡാനന്തര മിസൈലുകൾ പ്രയോഗിക്കേണ്ടി വന്നാൽ ലോകത്ത് ആരും റിപ്പോർട്ടുകൾ തയ്യാറാക്കുവാൻ ബാക്കിയുണ്ടാവില്ലെന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ ആണവ യുദ്ധത്തിന്റെ ഭീകരതയെ വിളിച്ചോത്തുന്നു. 208 ടൺ ഭാരവും മണിക്കൂറിൽ 25,556 കിലോമീറ്റർ വേഗതയുമുള്ള ഈ മിസൈൽ ഏതൊരു പ്രതിരോധ സംവിധാനത്തെയും തകർക്കുവാൻ ശേഷിയുള്ളതാണ്. ചുരുക്കത്തിൽ ഗ്രീൻലാൻഡ് എന്ന ശാന്തമായ പ്രദേശം ഇന്ന് ലോകശക്തികളുടെ പടയൊരുക്കത്തിന് വേദിയായി മാറിയിരിക്കുകയാണ്. സാമ്പത്തിക താൽപര്യങ്ങളും സൈനിക മേധാവിത്വം മുൻനിർത്തിയുള്ള ഈ മത്സരത്തിൽ ബലിയാടാകുന്നത് ആഗോള സമാധാനമാണ്. നാറ്റോ സഖ്യത്തിനുള്ളിലെ വിള്ളലുകൾ ശത്രു രാജ്യങ്ങൾക്ക് കൂടുതൽ കരുത്തു പകരുമെന്ന് ഡൊണാൾഡ് ടസ്ക് നൽകുന്ന മുന്നറിയിപ്പ് ലോക നേതാക്കൾ ഗൗരവമായി കാണേണ്ടതുണ്ട്. ചർച്ചകളിലൂടെയും നയതന്ത്ര നീക്കങ്ങളിലൂടെയും പരിഹരിക്കപ്പെടാത്ത പക്ഷം ഗ്രീൻലാൻഡ് ഒരു വലിയ വിനാശത്തിന്റെ പ്രഭവ കേന്ദ്രമായി മാറുവാൻ സാധ്യതയുണ്ട്. മാനവികതയുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണി ആയേക്കാവുന്ന ഒരു ആണവ യുദ്ധത്തിലേക്ക് ലോകം നീങ്ങുന്നത് തടയുവാൻ അന്താരാഷ്ട്ര സമൂഹം ഒറ്റക്കെട്ടായി നിൽക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. വെബ് ഡെസ്ക് തത്വമയി TV.